പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജമ്പലയിലാണ്. വയനാട് ജില്ലയിൽ വയനാടിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല കാപ്പിത്തോട്ടത്തിൻ്റെയൊക്കെ നടുവിലൂടെ നല്ലൊരു മൺ റോഡാണെങ്കിലും സോളിംഗ് ഉണ്ട്, മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ സമയത്തും വാഹനങ്ങൾ എത്തും. സുഖമായിട്ട് കാറിൽ നമുക്ക് ഈ ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇത് വയനാട്ടിൽ പിണങ്ങോട് വൈത്തിരി എത്തുന്നതിൻ്റെ മുമ്പാണ്. 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തത്തിൽ 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലമാണുള്ളത് മൊത്തത്തിൽ. ഇതിൽ ധാരാളം മരങ്ങളുണ്ട്. മരങ്ങളിൽ കൂടുതലും ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് ആട്ടോ. ചക്കയും മാങ്ങയും ചാമ്പക്കയും അങ്ങനെ പല വെറൈറ്റി, ബട്ടർ ഫ്രൂട്ട്, അങ്ങനെ നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ താഴെ നിന്ന് നമ്മളിങ്ങനെ ഈ കോണി കയറിയിട്ട് ഇങ്ങനെ, അതായത് സ്റ്റെപ്പ് കയറി വരിക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക്, നമ്മളെ ഈ ഹോം സ്റ്റേയിലേക്ക് വരുന്നത്. നല്ലൊരു ആംബിയൻസ് ആട്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു ഫീല് തരുന്ന സംഭവമാണിത്. ആ ഒരു നല്ല എന്താ പറയുക, ആ ഒരു കാഴ്ചകൾ, ആ ഒരു നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി കാഴ്ചയാണ്. നമുക്ക് ഭൂമിയിലെ ആ ഒരു വൈബ്, യഥാർത്ഥ വൈബ് കിട്ടുന്നത്, ഒരു കൃത്രിമമായിട്ട് സാധാരണ വൻ ഫിനിഷിങ്ങിലൊക്കെ ചെയ്ത വർക്കിനെക്കാട്ടും ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടുന്ന ഒരു ഏരിയ. ആ ഒരു വൈബ് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ മുകളിലേക്ക് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. മുകളിലേക്ക് ഇനിയും സ്റ്റെപ്പുകളുണ്ട്. ഇതാണ് നമ്മുടെ ഒരു 2 ബെഡ്റൂമുള്ള ഒരു വില്ല. നല്ല സൗകര്യമുണ്ട്. ബെഡ്റൂമൊക്കെ, ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മുകളിലേക്ക് നമുക്ക് കയറിപ്പോയിട്ട് നല്ല കാഴ്ചകൾ, സറൗണ്ടിങ് നല്ല സൂപ്പറാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പുറത്തെ വശത്തേക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം, ധാരാളം മലകളും കുന്നുകളൊക്കെ കാണാം. നമ്മൾ കണ്ടില്ലേ, ചുറ്റും കല്ലൊക്കെ പാകിയിട്ട് നല്ലൊരു ഹോം സ്റ്റേ, യഥാർത്തൊരു ഹൈ റേഞ്ച് വ്യൂ, ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ നമുക്കതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു നോക്കാം. ഈ ഒരു 2 ബെഡ്റൂമാണ് ഇതിലുള്ളത്. എല്ലാ ബാത്റൂം സൗകര്യത്തോടു കൂടിയൊക്കെയുള്ള നല്ലൊരു 2 ബെഡ്റൂം. പുറത്തൊരു ബാത്റൂമുണ്ട്, കിച്ചൺ സൗകര്യങ്ങളുണ്ട്. ഒക്കെ ഉള്ളിലത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് അതൊക്കെ മനസ്സിലാകും. അങ്ങനെയുള്ള നല്ലൊരു, ഇതിപ്പോൾ ഒരു മാവാണ്. ധാരാളം മാങ്ങകൾ കൊലകൊലായിട്ട് കാഴ്ച കിടക്കുന്നുണ്ട്. ധാരാളം മാവുകളും പ്ലാവുകളും അങ്ങനെ തുടങ്ങിയിട്ട് വെറൈറ്റി സാധനങ്ങൾ കുറേ ഉണ്ട്. ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പാർക്കിംഗ് സൗകര്യം, നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. ആ ഏരിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു നാച്ചുറൽ വൈബ്, ഒരു പ്രകൃതിയുടെ ആ ഒരു മടിത്തട്ടിലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലവും ഇപ്പം നമ്മൾ ആ 2 ബെഡ്റൂമിൻ്റെ ആ വില്ലേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കയറി ചെല്ലാം. നല്ല വൃത്തിയായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ഇടതുവശത്തെ ഡോറിൻ്റെ ഉള്ളിലാണ് 2 ബെഡ്റൂമുകൾ ഉള്ളത്. നല്ലൊരു ചെറിയൊരു, പിന്നെ ഫസ്റ്റ് ചെറിയൊരു സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഇതാ ഒരു ഡൈനിങ് ഏരിയയുടെ അപ്പുറത്ത് തന്നെ കിച്ചൺ ഏരിയ ഉണ്ട്. നല്ല ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയിൽ, നല്ല കർട്ടനൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ അണിയിച്ചൊരുക്കിയ ഒരു ലിവിങ് ഹാളാണ് ഈ കാണുന്നത്. അവിടെ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നല്ലൊരു ഇടനാഴിയുണ്ട്. 2 ബെഡ്റൂമിൻ്റെ ആ ഫ്രണ്ട് വശം നല്ലൊരു ഏരിയ ഉണ്ട്. 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ കണ്ടില്ല, ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം. നല്ലൊരു ഡബിൾ കോട്ട് ബെഡൊക്കെ ഇട്ടാലും ഇഷ്ടംപോലെ ഏരിയ ഉള്ള നല്ലൊരു ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പം വയനാട്ടിൽ വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ചോയ്സാണ്. ഒരു നാച്ചുറൽ വൈബോട് കൂടി താമസിക്കാൻ പറ്റിയ ഒരു സംഭവം. ഇതാ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. നല്ല സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അപ്പോൾ 2 BHK ഒരു വില്ലയാണ് ഇവിടെ നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇഷ്ടംപോലെ പണിയാനുള്ള സ്ഥലവും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പെർമിഷൻ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ കിച്ചൺ സൗകര്യം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. കിച്ചണിലും നമ്മൾ കണ്ടില്ല, നല്ലൊരു ആവശ്യത്തിനുള്ള സ്പേസുകളൊക്കെ ഉണ്ട്. കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റും ഗ്രിൽസൊക്കെ വെച്ചിട്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, തുണിയൊക്കെ ആറിയിടണമെങ്കിലൊക്കെ ഏരിയ ഉണ്ട്. ഇവിടുന്ന് പുറത്തുനിന്ന് ഇതൊരു നമ്മളൊരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മുകളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. മുകളിലേക്ക് നമുക്കിങ്ങനെ പോയിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്റ്റെപ്പിൻ്റെ ഇതാണ്. ഇവിടെയൊക്കെ നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ പെർമിഷൻ കിട്ടുന്നതാണ്. കൺസ്ട്രക്ഷനൊക്കെ പറ്റിയ ഏരിയ ആണ്. താഴ്ഭാഗത്ത് നല്ലൊരു കാഴ്ചയുണ്ട്. ഇത് പാർക്കിംഗ് കേട്ടോ. വാഹനങ്ങൾ നമുക്കിവിടെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനും അവിടെ നിന്ന് നല്ലൊരു ഏരിയ ഉണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. താഴോട്ട് നല്ലൊരു
നമുക്ക് ആ താഴത്തെ കാഴ്ചകൾ, താഴ്ഭാഗത്ത് ഈ സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്തെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. നമുക്കങ്ങനെ മെല്ലെ നടന്നു പോകാം. താഴോട്ട് നമ്മൾ കണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു പഴയ ഒരു തറവാട് വീടിൻ്റെയൊക്കെ ഭാഗത്ത് കൂടെയൊക്കെ നടന്നു പോകുന്ന ഫീല് കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് പാത എന്ന് പറയാം. അങ്ങനെ നമുക്കങ്ങനെ മെല്ലെ താഴോട്ട് പോകാം. താഴോട്ട് മെല്ലെ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ കവുങ്ങുകൾ കാണാം, ധാരാളം ഒരു വരുമാനം കിട്ടുന്നൊരു തോട്ടം കൂടിയാണ്. കാപ്പിയുണ്ട്, നമ്മളിതാ ചക്കയൊക്കെ കണ്ടില്ലേ, ധാരാളം ചക്കയൊക്കെ കായ്ച്ച് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ നല്ലൊരു ഏരിയ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇറക്കമാണ്. ആ ഇറക്കത്തിൻ്റെ ഇത് താഴെയാണ് നമുക്കൊരു സർപ്രൈസിങ് കാഴ്ചയുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ മെല്ലെ സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങി വന്നാൽ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് മെല്ലെ ആ കാഴ്ചകളിലേക്കൊന്ന് പോകാനുണ്ട്. നമ്മളിപ്പം സ്റ്റെപ്പിൻ്റെ കാഴ്ച കാണാനായിട്ട് 2 സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് നടന്നാണ് സ്റ്റെപ്പിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ. ഇനി നമ്മൾ താഴോട്ട് പോയിട്ട് താഴെയുള്ള നല്ലൊരു അരുവിയുണ്ട്, സൂപ്പർ അരുവിയാണ്. ഈ കാണുന്നൊരു ഏരിയ ആണ്. നമുക്ക് അരുവിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ബാക്ക് വശത്തേക്ക് പോകാം. നല്ല കല്ലിൻ്റെ നല്ല നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ ഒരു സംഭവമാണ് അരുവിയിൽ ഏത് സമയത്തും വെള്ളമുണ്ട്. ഒരു നാച്ചുറൽ പോണ്ട്, ഒരു സ്വിമ്മിംഗ് പൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു കൊച്ചു കുളം അതിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഓക്കെ ആയ ഒരു പ്രകൃതിദത്തമായൊരു പ്രകൃതിയുടെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലവും വീടും കൂടി, അതായത് 2 BHK ഈ ഹോം സ്റ്റേയും കൂടി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 80 ലക്ഷം രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വിശദമായ വിവരങ്ങൾക്ക് ഞാൻ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്. 94 95 36 57 30. വെള്ളം ഈ പാറയിടുക്കിലൂടെ ഒലിച്ച് വന്ന് താഴെ ഒരു ചെറിയൊരു കുളത്തിൽ നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ അത്രയും ഭംഗിയുള്ള നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഒരു അതിർത്തിയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ നല്ലൊരു കുളം, നല്ലൊരു 2 BHK ഹൗസ് എല്ലാം ഒത്തിണങ്ങിയ ഒരു സൂപ്പർ ഏരിയ ആണ്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് നല്ല വെള്ളം, കുറച്ചും കൂടെ മഴക്കാലത്തൊക്കെ ഇതിൻ്റെ ഭംഗി സൂപ്പറാവും. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 80 ലക്ഷം രൂപയാണ്. 1 ഏക്കർ 82 സെൻറ്റ് സ്ഥലം, ഏകദേശം 2 ഏക്കറോളം സ്ഥലവും വില്ലയും കൂടെ. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ 94 95 36 57 30. എൻ്റെ യൂട്യൂബ് ചാനലുകൾ ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ദേവരാജ് അമ്പലവിൽ എന്ന ചാനലുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ, ഒരു സൂപ്പർ നല്ല രസമുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.